റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. CMRLന് സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീണ ടിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്നും അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്നുമാണ് വീണ നൽകിയിരിക്കുന്ന മൊഴി. എക്സാലോജിക്ക് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനത്തിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റത്തിലായിരുന്നു ചില വിശദാംശങ്ങളെന്നും വീണ മൊഴി നൽകി. CMRL നിന്ന് ലഭിച്ച 2,78 ലക്ഷം രൂപയുടെ വിനിയോഗം സംബന്ധിച്ച മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. SS ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. നേരത്തെ SFIOയ്ക്ക് മൊഴി നൽകുമ്പോൾ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് വീണ ടി EDക്ക് മുന്നിലും സ്വീകരിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ 2,78 ലക്ഷം രൂപ എവിടെ വിനിയോഗിച്ചു? അതിനെന്ത് സേവനമാണ് നൽകിയത്? ആ സേവനം നൽകിയതിന്റെ രേഖകൾ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും EDക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ ടിയെ വീണ്ടും ഒരിക്കൽ കൂടി വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെ 8.5 മണിക്കൂറോളമാണ് വീണ ടിയെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിന്റെ തുടക്കം മുതൽ തന്നെ അവർ എന്തൊക്കെയാണോ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം പല ഏജൻസികൾ അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പല ഏജൻസികളുടെ കണ്ടെത്തലുണ്ട്. അതിന്റെ തുടക്കം ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ്. അതിന്റെ തുടർച്ചയായിട്ട് ROC അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നീട് SFIO അന്വേഷണം ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത് യാതൊരുവിധ സേവനവും നൽകാതെയാണ് വീണ ടിയും എക്സാലോജിക്കും CMRL നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അത് അവർ നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് താൻ സേവനം നൽകിക്കൊണ്ടാണ്, CMRLന് സേവനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് തെളിവെന്ന് ED ചോദിച്ചപ്പോഴാണ് അതിന് രേഖകളൊന്നും തന്നെ താൻ സൂക്ഷിച്ചിട്ടില്ല. പലപ്പോഴായിട്ട് ഈ കൂടിക്കാഴ്ച ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അത് ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ചടക്കം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിൽ താൻ എത്തുന്നു. അതിനുശേഷം CMRL ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ താൻ ഇതുമായി ബന്ധപ്പെട്ട IT കൺസൾട്ടന്റ് നിലയിൽ എന്തൊക്കെയാണോ ഉപദേശങ്ങൾ നൽകേണ്ട ആ ഉപദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ CMRL ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങളിലേക്കും തന്റെ കമ്പനി കടന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. നേരത്തെ അത് പൂട്ടിപ്പോയതാണ്. അങ്ങനെ പൂട്ടിപ്പോയതിനാൽ തന്നെ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സിസ്റ്റത്തിലാണോ ഈ ചില വിവരങ്ങളൊക്കെ, അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിന്റെ അടക്കം ചില വിശദാംശങ്ങൾ ഉള്ളത്, അത് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളതാണ് ഇപ്പോൾ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയുടെ ഈ മൊഴി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇപ്പോഴും അവർ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് അതായത് ഈ സേവനമൊന്നും നൽകാതെയാണ് വീണ ടി ഇത്തരത്തിലൊരു ഇടപാടുകളിലേക്ക് കടന്നിരിക്കുന്നത്. 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു മൊഴിയെടുപ്പ് നടക്കുമ്പോൾ തന്നെ, ഈ കണ്ടെത്തൽ ഊന്നിയുള്ള ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ലഭിച്ച പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചതെന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. നേരത്തെ റെയ്ഡുകൾ നടത്തി അതിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുണ്ട്, അല്ലാതെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളുണ്ട്. എന്നാൽ വീണ നൽകിയ മൊഴി, അതായത് എവിടേക്കാണ് ഇത് ഉപയോഗപ്പെടുത്തിയത്, സ്വത്തുക്കൾ വാങ്ങിയോ അല്ലെങ്കിൽ ഈ നിക്ഷേപം നടത്തിയോ എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവിടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു രേഖയെന്ന് പറയുന്നത് SFIO സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടാണ്, കുറ്റപത്രമാണ്. അതിനപ്പുറം ഈ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകൾ ലഭിച്ചിട്ടില്ല. നേരത്തെ കോടതി, അതായത് ജില്ലാ കോടതി ഇത് സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട രേഖകൾ EDക്ക് കൈമാറാനുള്ള നിർദ്ദേശം SFIOയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ രേഖകൾ കിട്ടിയിട്ടില്ല. ആ അനുബന്ധ രേഖകൾ കൂടി കിട്ടിയ ശേഷം വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. EDക്ക് കുറച്ച് കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണം. ആ വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും വീണ ടിയെ വിളിപ്പിച്ചേക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും.